നെടുമങ്ങാട്ടെ 1.5 വയസ്സുകാരന്റെ മരണകാരണം നെഞ്ചിലേറ്റ ചവിട്ടെന്ന് കണ്ടെത്തൽ. ചവിട്ടിൽ അർഷിദിന് 7 വാരിയലുകൾ ഒടിഞ്ഞു. തുടർന്ന് ആന്തരികാവയവങ്ങൾക്ക് പരിക്കേറ്റു. തലക്കേറ്റ ക്ഷതം 5 നീർക്കെട്ടുണ്ടാക്കിയെന്നും കോടതിയിൽ പോലീസ് അറിയിച്ചു. കുട്ടിയുടെ ശരീരത്തിൽ 91 മുറിവുകളുണ്ടെന്നാണ് വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ 1.5 വയസ്സുകാരൻ തടസ്സമായിരുന്നതിനാലാണ് ക്രൂരമായി മർദ്ദിച്ചതെന്ന് അമ്മയുടെ പങ്കാളിയായ അഷ്കർ പോലീസിന് മൊഴി നൽകി. കുഞ്ഞിന്റെ 2 കൈകളും ഒടിഞ്ഞ നിലയിലായിരുന്നു. കുട്ടി പടിയിൽ നിന്ന് വീണതാണെന്നായിരുന്നു പോലീസിനോട് ആദ്യം പറഞ്ഞതെങ്കിലും ഇതിൽ ദുരൂഹതയുണ്ടെന്നും കൈ ഒടിച്ചതാണെന്നുമാണ് പോലീസിന്റെ സംശയം. പ്രതി അഷ്കർ കുഞ്ഞിനെ നിരന്തരം അതിക്രൂരമായി ഉപദ്രവിക്കാറുണ്ടെന്ന വിവരം അമ്മ അഖിലയ്ക്ക് അറിയാമായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി. അഖിലയ്ക്കെതിരെ പ്രേരണാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. നെടുമങ്ങാട്ടെ 1.5 വയസ്സുകാരന്റെ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന മരണത്തിൽ നെഞ്ചിലേറ്റ ചവിട്ടാണ് മരണകാരണമെന്നൊരു കണ്ടെത്തലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ചവിട്ടിൽ അർഷിദിന്റെ 7 വാരിയലുകളാണ് ഒടിഞ്ഞിട്ടുള്ളത്. നെഞ്ചിലാണ് ഇയാൾ ആഞ്ഞു ചവിട്ടിരിക്കുന്നത്. 7 വാരിയലുകൾ കുഞ്ഞിന്റെ ഒടിഞ്ഞിട്ടുണ്ട്. 1.5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞാണ്. തുടർന്ന് ആന്തരിക അവയവങ്ങൾക്ക് പരിക്കേറ്റു. ആദ്യത്തെ പോസ്റ്റ്മോർട്ടത്തിൽ ആന്തരിക രക്തസ്രാവമാണ് ഇത്തരത്തിൽ മരണകാരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും വാരിയലുകൾ ഒടിഞ്ഞിട്ടുണ്ട്. കുഞ്ഞിന് തലയ്ക്ക് ക്ഷതം ഏറ്റിട്ടുണ്ട്. 5 നീർക്കെട്ടുണ്ടായിട്ടുണ്ടെന്നുമാണ് കോടതിയിൽ പോലീസ് അറിയിച്ചിട്ടുള്ളത്. കുട്ടിയുടെ ശരീരത്ത് 91 മുറിവുകളുണ്ടെന്നാണ് വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും കുഞ്ഞിന്റെ 2 കൈകളും ഒടിഞ്ഞ നിലയിലായിരുന്നു. ഇപ്പോൾ ഇതിൽ ദുരൂഹതയുണ്ടെന്നും കൈ ഒടിച്ചതാണെന്നും ഒക്കെ പോലീസ് ആദ്യം സംശയം ഉയർത്തിയിരുന്നു. എന്തായാലും പ്രതി അഷ്കർ കുഞ്ഞിനെ നിരന്തരം അതിക്രൂരമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നെന്നും അമ്മ അഖിലയ്ക്ക് ഇത് അറിയാമായിരുന്നുവെന്നും ഒക്കെ ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അഖിലയ്ക്കെതിരെ ഇപ്പോൾ പ്രേരണാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്.